കടലിൻ്റെ നടുക്കൊരു ചെറിയ ഐലൻഡ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, സ്നോക്ലിങ്ങിന് പറ്റിയ സ്ഥലം, അതിമനോഹരമായ അണ്ടർ വാട്ടർ വേൾഡ്. കയാക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എന്നെപ്പോലെ നിങ്ങൾക്ക് സ്വിമ്മിങ് അറിഞ്ഞൂടെ? പേടിക്കണ്ട, കാൽമുട്ട് വെള്ളത്തിൽ പോലും നമുക്ക് മീനെ കാണാൻ പറ്റും. ഇതേതാണ് സ്ഥലം എന്നല്ലേ? ഇതാണ് ഫിജി. ഈ ഐലൻഡിൻ്റെ പേരാണ് മാലാമാല ഐലൻഡ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു ക്രൂസ് ട്രിപ്പാണ് ബുക്ക് ചെയ്തേക്കണത്. ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഫുൾ ഡേ ട്രിപ്പ്. ഏകദേശം ഒരു $156 പെർ പേഴ്സൺ വരും. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പേരാണ് മാലാമാല ഐലൻഡ്. നമ്മളിത് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് അവർ പിക്ക് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഡെനറാവോ എന്ന് പറയുന്നൊരു പോർട്ടുണ്ട് ഇവിടെ. ആ പോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30 ആയപ്പോൾ ഞങ്ങളെല്ലാവരെയും വിളിച്ചു. ഞങ്ങൾ ഓരോരുത്തരായി ക്യൂ നിന്ന് ക്രൂസിനകത്തേക്ക് കയറുക കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഈ ഐലൻഡ്. ഈ മാലാമാല ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമുക്കിത് ചുറ്റിക്കറങ്ങി വരാം കേട്ടോ നടന്ന്. പക്ഷെ വെയിൽ ഒരു രക്ഷയില്ല. അതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം കേട്ടോ. അവിടെ നിന്നൊക്കെ ആൾക്കാർ ജമ്പ് ചെയ്യുന്നുണ്ട് മുകളിൽ നിന്ന്. പിന്നെ നമുക്കിവിടെ കയാക്കിങ് എടുക്കാം. അത് ഫ്രീ ആണ്, ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ടിക്കറ്റിൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഫുൾ ഡേ ടിക്കറ്റാണ്. അതിനൊരു $165 പെർ പേഴ്സൺ വരും. ഉണ്ടോ? ഈ മാലാമാല ഐലൻഡ് എന്ന് പറയുന്നത് ഒരു റിസോർട്ടിൻ്റെ വകയാണ്. ക്ലബ് ഹൗസാണ്, റിസോർട്ടല്ല, സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ, മാലാമാല ബീച്ച് ക്ലബ്. അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടോ. ഓക്കേ, ഈ ഐലൻഡിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലേക്ക് പോവുക കേട്ടോ. ഇതാണ് റിസപ്ഷൻ. ഇവിടെ ചെക്ക് ഇൻ ചെയ്യുവാണ്. ചെക്കിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർ 3 ടവൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഇവിടെ പൂളൊക്കെ ഉണ്ട്. പൂള് നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ സ്നോക്ലിങ് ചെയ്യാം. കയാക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വെറ്റാവുമല്ലോ. അപ്പോൾ അത് കാരണം അവർ ടവൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. നമ്മുടെ ടിക്കറ്റിനകത്ത് അതിൻ്റെ എമൗണ്ട് ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് അതിന് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഇരുന്ന് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഇവിടെ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കണത് അവിടെ കൊണ്ടുവന്ന് അവർ സെർവ് ചെയ്തോളും. ഇതാണ് ഇവിടുത്തെ ഒരു പൂൾ കേട്ടോ. ഇതുപോലത്തെ വേറൊരു പൂളും കൂടെ ഉണ്ട്, പക്ഷെ അത് അഡൾട്ട് ഉള്ളിയാണ്. അത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. ഫുൾ ബ്ലൂ കളറാണ്. കണ്ടോ, ഈ ഒരു സാധനം നമ്മൾ ബുക്ക് ചെയ്യണം, നമ്മൾ പേ ചെയ്യണം, എന്നാലേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ്
നമ്മുടെ മാലാമാല ഐലൻഡ്. കണ്ടോ, അതവിടെയാണ് നമ്മൾ വന്നിറങ്ങിയത്. നല്ല ചൂടാണ്. നമ്മളിത് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഫ്രീ ആണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്നുള്ളൊരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞങ്ങൾ മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥലം പിടിച്ചു. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യണം. കയാക്കും സ്നോക്ലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ ഇവിടെ. അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ ടിക്കറ്റിനകത്ത് ഉണ്ട് ഓൾറെഡി. കയാക്കും അവർ തരും, പിന്നെ സ്നോക്ലിംഗ് ഗിയേഴ്സും അവർ തരും. ഇത് കണ്ടോ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണെന്നറിയോ. അതുമല്ല ഒട്ടും ആഴമില്ല. എനിക്ക് നീന്താനും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ടും കൂടെ നമുക്ക് നല്ല കൂളായിട്ട് സ്നോക്ലിംഗ് ചെയ്ത് ഒരുപാട് മീനുണ്ട് കേട്ടോ, കാണാൻ പറ്റും. സ്റ്റാർ ഫിഷിനെ കണ്ടോ, എന്തടുത്താന്നറിയോ, ബ്ലൂ കളർ, എന്തടുത്താ. ഇത് കണ്ടോ, എൻ്റെ മുട്ട് വരെ വെള്ളമുള്ളൂ. കണ്ടോ, അങ്ങനെ ഞങ്ങൾ ഒരു കയാക്ക് ഹയർ ചെയ്തു. വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ടേ നമ്മൾ ഈ കയാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് താഴത്ത് വശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് പവിഴപ്പുറ്റുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് വെള്ളത്തിൻ്റെ താഴത്തേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാമേ.
ഇതുണ്ടോ, ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, മല ബീച്ച് ക്ലബ്. എന്തൊരു ഭംഗിയല്ലേ. ഇതാണ് ഇവിടുത്തെ മെനു കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. I'll just show you. കണ്ടോ, ഇത്രയും ഐറ്റംസ് അവൈലബിൾ ആണ്. ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഐലൻഡിൻ്റെ അകത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഐലൻഡിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസ്. നല്ല തണലുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് നല്ല തണലാണ്, നല്ല സുഖമാണ് വാക്ക് ചെയ്യാനായിട്ട്. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവിടെ മുഴുവൻ പാറയാണ്. അപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥലം തന്നെയായിരുന്നു കേട്ടോ കാണാൻ നല്ലത്. ഇതൊരു അഡൾട്ട് ഉള്ളി ബാർ ആൻഡ് പൂളാണേ. ഇതിനകത്ത് ബാർ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അഡൾട്ട് ഉള്ളി എഴുതിയേക്കണത്. ഇതിപ്പോൾ ഇത്തിരി ക്ലൗഡി ആട്ടോ, അതുകൊണ്ടാണ് ഇത്ര വെളിച്ചക്കുറവ്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം, റിസോർട്ടിലേക്ക്. ഇത് ഞങ്ങളുടെ ക്രൂസ് വരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര തിരമാലകളാട്ടോ, കറണ്ട് കൂടി. ഓക്കേ, ബൈ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.